ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ DYSP മാഡം വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ രാഹുലും അതുപോലെ അബിയും ശിവയും എല്ലാവരും കൂടി തന്നെ ഹരിത എവിടെ ഉണ്ടാവുക എന്നുള്ളതും മാത്രമല്ല ആ ഒരു ഗുണ്ടകൾ എവിടെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൃത്യമായി അന്വേഷിക്കാമെന്നും അവരെ എന്തായാലും ഇന്ന് അറസ്റ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. പിന്നീട് അന്ന് ശിവ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വിവേകും വർഷവും ഒരുമിച്ച് രാഹുലേട്ടനെ എങ്ങനെ തപ്പി കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്നു. അത് പിന്നെ ആ സമയത്ത് വർഷ വിളിച്ചു, ഞാൻ അപ്രതീക്ഷിതമായിട്ട് അവളെ കണ്ടതാണെന്നും പറയുന്നു കേട്ടോ. പക്ഷെ വർഷ ഇപ്പം എങ്ങനെ ചെയ്യോ? അഭിയാണെങ്കിൽ ഭയങ്കര സംശയത്തിലാണ്. കാരണം വിവേകും വർഷ എപ്പോഴും കീരിയും പാമ്പും പോലെയല്ലേ. അങ്ങനെ ഉള്ളവർ എങ്ങനെയാണ് ഒന്നാവുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതിനുശേഷം തന്നെ എനിക്ക് ഇപ്പം രാഹുലിൻ്റെ അവസ്ഥ എന്താണാവുക പറഞ്ഞിട്ട് വേഗം വിവേക് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് മുങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വർഷയും അതുപോലെ വിവേകും കണ്ടുമുട്ടുന്നു. പിന്നീട് വർഷ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് ഷാർമിള ആൻറ്റി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് എന്നുള്ള രീതിയിൽ അകത്ത് ഞാൻ പറഞ്ഞു. അത് തന്നെ വിവേകിനോടും പറയണം. അതിന് ശേഷം തന്നെ വിവേകിനെ കണ്ടത് നന്നായി, വിവേക് ഒന്ന് എൻ്റെ കൂടെ വായോ എന്ന് പറയുന്നു. പൂക്കിക്ക് എന്താ പറയാനുള്ളത്, എന്നോടുള്ള പ്രണയമാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയുള്ളൂ വിചാരം, ഇങ്ങോട്ട് വാ, ഇവിടുന്ന് നമുക്ക് രഹസ്യമായി സംസാരിക്കാം, എന്നോട് ഇഷ്ടമാണെന്നുള്ളതല്ലേ, എന്തായാലും തുറന്ന് സംസാരിച്ചോളൂ എന്ന് പറയുന്നു. ആ സമയത്ത് ശിവയും അഭിയും അവിടെ എത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർ കണ്ണ് വെട്ടിച്ച് ഇങ്ങോട്ട് മാറുന്ന സമയത്ത് പെട്ടെന്ന് രണ്ടുപേരും കൂടി അങ്ങ് വീഴുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ച് തന്നെ നമ്മുടെ വിവേക് വർഷയോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റിയത്, ചളി അടിക്കാതെ വേഗം എണീറ്റ് പോയി എന്ന് പറയുന്നു. പിന്നെ ആൻറ്റി പറഞ്ഞിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് എത്തിയതെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വിവേകം പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. പിന്നെ എന്നോട് ഇഷ്ടമുള്ള കാര്യം എന്താ തുറന്ന് പറയാത്ത, അതല്ലേ ഞാനിങ്ങനെ പുറകെ കൂടുന്നത്, വിവേകം മര്യാദയ്ക്ക് പൊക്കമെന്ന് പറഞ്ഞിട്ടൊരു ചവിട്ടും കൊടുത്ത് ഒറ്റ പോക്ക പോകുന്നുണ്ട് കേട്ടോ വർഷം. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ രക്ഷിച്ച കാര്യങ്ങളെല്ലാം തന്നെ. ആ സമയത്ത് വർഷം അവിടെ എത്തുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും കൂടി എങ്ങനെയപ്പോൾ എന്നെ രക്ഷിക്കാൻ കാരണം, ആ ഗുണ്ടകളാണെങ്കിൽ ഭയങ്കര ഭീകരന്മാരായിരുന്നു. അവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഭയങ്കര ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അപ്പോഴും അഭി പറയുന്നത് വിവേകേട്ടനും എങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച്, കാരണം ഇവർ കണ്ടാലേ ഇങ്ങനെ സംസാരിക്കാത്തവരാണ്. ആ സമയത്ത് രണ്ടുപേരും ഒരുമിച്ചെത്താനുള്ള കാരണം എന്താണെന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാം കേട്ടോ. എന്തായാലും ശിവയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അഭിയാണെങ്കിൽ വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അവിടേക്ക് DYSP മാഡം വിളിക്കുന്നുണ്ട് കേട്ടോ. അതിന് രാഹുലിൻ്റെ അവസ്ഥ എന്താ, രാഹുലേട്ടൻ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ പറയുമ്പോൾ അവൻ്റെ മൊഴി എടുക്കണം, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും പിന്നീട് വിവേകേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ ശിവയോട് പറയുന്നുണ്ട് അഭി, ശിവ നിനക്ക് വിവേകേട്ടനെ നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. ശിവയ്ക്കാണെങ്കിൽ ഇപ്പോൾ അത് പ്രശ്നമല്ല, കാരണം അങ്കിതയാണ് ശിവയ്ക്ക് ഒത്തിരി ഇഷ്ടം. വിവേകിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ ഇവർ സ്വകാര്യത്തിലേക്ക് നമുക്ക് നിൽക്കേണ്ട, കുറച്ച് നേരം മാറിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് രാഹുലും അഞ്ചും കൂടെ സ്വകാര്യമായിട്ട് കുറച്ച് നേരം സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഷാർമിളയെ തന്നെയാണ്. അങ്ങനെ ഹരിതയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് നിൽക്കുന്നു. ഇവിടെ നിന്ന പ്രശ്നമാണ്, താൻ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ആ സമയത്ത് ഷാർമിള അവിടെ പിടിച്ചു നിർത്തുന്നത്, എങ്ങോട്ടാടി പോകുന്നത്, ഞാൻ എങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് എന്താ, നീ ഇത്രയും കുരുത്തക്കേട് കാണിച്ചിട്ട് നിന്നെ ഞാൻ വിടും തോന്നുന്നുണ്ടോ, നിന്നെ ഞാൻ വളർത്തിയതും നിൻ്റെ അച്ഛനെ എന്നെ ഏൽപ്പിച്ചതും നിന്നെ നല്ല രീതിക്ക് വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നീ നീ കുരുത്തം കെട്ട സ്വഭാവം മാത്രമേ ഉള്ളൂ, നീ ഇങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ തല്ലിയല്ലേ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നു. പക്ഷെ പിടിച്ച് മാറ്റുന്ന സമയത്ത് ഷാർമിടേനെ ഉന്തി തള്ളി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ തലയടിച്ച് അത് വീഴുന്നുണ്ട്. നിങ്ങൾ ചത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹരിത അവിടെ നിന്ന് പെട്ടെന്ന് മുങ്ങുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹരിതനെ ഉടനെ തന്നെ പിടികൂടണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പിന്നീടാണെങ്കിലോ നമ്മുടെ അഭിയും അതുപോലെ വർഷയും കൂടി, രാഹുൽ എന്തായാലും വീട്ടിലുണ്ട്, ഷർട്ടും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഷർട്ടും ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട് പോകാനായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് തന്നെയാണ്, ആണുങ്ങളെ ഡ്രസ്സ് നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല, എന്തായാലും സൈസ് പറഞ്ഞ സ്ഥിതിക്ക് അഞ്ച് പറഞ്ഞല്ലോ, നമുക്ക് പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. ആ സമയത്താണ് രാഘവനെ അവിടെ കാണുന്നത് കേട്ടോ. അന്നൊരു ദിവസം മാപ്പൊക്കെ പറഞ്ഞിട്ട് പോയതാണ്, പക്ഷേ അയാൾ വീണ്ടും പിടിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഏതേ കള്ളൻ എന്ന രീതിയിൽ എന്നെ അഭി ചോദിക്കുന്നുണ്ട്. ഞാൻ കള്ളനല്ല, ഇവളോട് ചോദിച്ചാൽ മതി, ഇവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് കുറച്ചു കാലം ജീവിച്ച ഒരാളാണ്, അങ്ങനെ ഒരു ചെറിയ ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിലെന്ന് പറയുന്നു. നിങ്ങൾ എന്തിനാ എന്നെ ശല്യപ്പെടുത്താനായിട്ട് വന്നത്, വയനാട്ടിലേക്ക് നീയും നിൻ്റെ ആ ഒരു കാമുകനുണ്ടല്ലോ, ആ ഒരു വിവേകം കൂടി വന്നപ്പോൾ ചന്ദ്രദാസിനെ അടിച്ച് തള്ളിയിട്ടു അല്ലേ, എന്തായാലും നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല, നീ ഇപ്പോൾ അയാളുടെ ഒരു സെറ്റപ്പാണെന്ന് ഞങ്ങൾ അറിഞ്ഞു കേൾക്കുന്നുണ്ട്, നിൻ്റെ ഹൗസ് ഓണറുടെ മകൻ്റെ എന്ന രീതിയിൽ പറയുമ്പോൾ വൃത്തികേട് പറയാൻ നിൽക്കരുതെന്ന് പറയുന്നു. വൃത്തികേടൊന്നും അല്ല, പിന്നെ ശ്രീനാഥൻ നീ മറന്നു കളഞ്ഞല്ലേ, അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഇപ്പോൾ അവനെ വേണ്ട നിനക്കെന്ന്
രീതിയിൽ പറയുമ്പോൾ വർഷയുടെ മനസ്സ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരയുന്നു. അപ്പോൾ നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യമായിട്ടുള്ള കാര്യം. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നോക്കിക്കോ. അയാൾ തിരിച്ചു വരും. ഇപ്പം നല്ലതിന് കിട്ടിയപ്പോൾ അവനെ നിനക്ക് വേണ്ടടി എന്നൊക്കെ പറഞ്ഞ് മാനസികമായി തളർത്തുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അബിയോട് പറയുന്നുണ്ട്, ശ്രീയേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അയാൾ പറയുന്നത് സത്യമായിരിക്കും. അയാൾ വെറുതെ ഒരു സൈക്കോ ആണ്. അതൊക്കെ തെറ്റായ കാര്യമാണ്. അങ്ങനെയൊന്നും ജീവിച്ചിരിപ്പില്ല. താൻ അതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ട്, മറന്നു കളഞ്ഞേക്കെന്ന് പറയുന്നു. എനിക്കൊരു തല ചുറ്റുന്നത് പോലെ അബി എന്ന് പറയുന്നുണ്ട്. എന്ന് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ, താൻ ഇവിടെ നിൽക്കും, ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാമെന്ന് പറയുന്നു. വർഷയുടെ മനസ്സ് എപ്പോഴും തകരുകയാണ്. കാരണം വിവേകിനോട് എന്ന് ഇഷ്ടം പറയാൻ നിൽക്കുമ്പോഴൊക്കെ അവളുടെ മനസ്സിൽ എപ്പോഴും ശ്രീനാഥിനെക്കുറിച്ചുള്ള കാരണങ്ങൾ വിത്ത് വിതർന്നത് പോലെ വിതറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം തന്നെ വീണ്ടും ഇവൾക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി രാഘവൻ തീരുമാനിച്ചു. അങ്ങനെ ശ്രീനാഥിനെ കുറിച്ചുള്ള ഒരു മിസ്സിംഗ് കേസ് ആ ഒരു ശിവയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. MGK മീഡിയ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ മകനെ പോലെയുള്ള ഒരു ആൺകുട്ടിയാണ്. അവനെ കാണാതായിട്ട് കുറേ കാലമായി. ഒന്ന് നിങ്ങളുടെ ചാനലൊന്ന് കൊടുക്കണമെന്ന് പറയുന്നു. MGK മീഡിയ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരുമില്ല, എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും രാഘവനാണെന്നുള്ളത് ശിവയ്ക്ക് അറിയത്തില്ല. നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഫോണിലേക്ക് അയക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയച്ചു കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ കാണുന്നു. അതിലൂടെ തന്നെ വർഷയെ തകർക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മല്ലികാക്കിനെയും വസുന്ധരയാണ് കേട്ടോ. വസുന്ധരയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മേഡം, ധനം സാർ എവിടെയാണെന്നുള്ളത് മേഡത്തിന് അറിയില്ലല്ലോ, പറഞ്ഞതൊക്കെ ശരിയാവൂ, ആ ഹരിത പറഞ്ഞതായിരിക്കില്ലേ ശരി. ധനം എങ്ങോട്ട് പോയാലും എനിക്കൊരു ചുക്കുമില്ല. ഇപ്പോൾ ധനം എവിടെയാണെങ്കിലും എനിക്ക് കണ്ടെത്താനും സാധിക്കും. എങ്ങോട്ട് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ നിമിഷം വേണമെങ്കിൽ ഇവിടെ വരുത്താനും എന്നെക്കൊണ്ട് കഴിയുമെന്ന് പറയുന്നു. മേഡം വെറുതെ വിഷമിക്കേണ്ടെന്ന് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. എല്ലാവരും മേഡത്തെ ഏമാത്തല്ലേ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ആ ജാൻസി വിലയിലെ എല്ലാ പെൺകുട്ടികളും മേഡത്തിനെ ഒരുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു. അവരൊരിക്കലും എന്നെ പറ്റിക്കില്ല. അല്ല, രാഹുൽ എന്താ പറയുക, അഞ്ജുവിൻ്റെ ഭർത്താവാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ അവർ ചെയ്ത തെറ്റാണ്. പക്ഷെ അവരെല്ലാവരും എന്നോട് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. ഇതിൽ കൂടുതൽ എന്താ മല്ലിക വേണ്ടത്? എന്തായാലും നീ നോണയൊന്നും പറയാൻ നിൽക്കണ്ട. അല്ല സർ, വിവേകും അതുപോലെ തന്നെ വർഷയുമാണെന്ന് വയനാട്ടിലേക്ക് പോയത്. അല്ലാതെ അഞ്ജും അതുപോലെ തന്നെ ആ രാഹുലും കൂടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഉറപ്പാണ്. മേഡം ഇനി ചതിക്കപ്പെടരുത് എന്ന രീതിയിലൊക്കെ മല്ലിക മേഡത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വസുന്ധരയ്ക്ക് ഒരു സംശയം പോലെ ആവുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.